വർഷങ്ങൾക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം നായാട്ട് ഏപ്രിൽ 8 മുതൽ തിയേറ്ററുകളിൽ. എനിക്ക് ഒരു 4 ചപ്പാത്തിയും ഒരു ഗ്രീൻ പീസും വിത്തൗട്ട് ചായ. നല്ല കോമഡി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സംഭവം ഈ എപ്പിസോഡിന്റെ തുടക്കമായതുകൊണ്ട് അണ്ണനെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തില്ല. ഒരു പരാതി പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോൾ ആ പരാതി പറഞ്ഞില്ല. ഇവിടെ വന്നവരും പോയവരൊക്കെ പാട്ട് പാടിയിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നെ കൊണ്ട് മാത്രം പാടിച്ചില്ല. അപ്പൊ എനിക്ക് ഒരു പാട്ട് പാടണം ഇവിടെ. അല്ല തുടക്കം തന്നെ വേണോ? ലാസ്റ്റ് അടിച്ചു എല്ലാവരും പാടിയിരിക്കണത് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ സഹിച്ചല്ലേ, ഇതൂടെ അങ്ങ് പോട്ടെ. ഇവിടെ എല്ലാവരും പാടുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മഹാന്മാര്, വലിയ വലിയ ഗായകന്മാരൊക്കെ പാടിയ പാട്ടുകൾ. എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ട്, സ്വന്തമായിട്ട് മ്യൂസിക് ഞാൻ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പണ്ഡിറ്റ്ജിക്ക് എന്താ കുഴപ്പം? അടിപൊളിയാണ്, ടീമാണ്. പാട്ട് കേൾക്കുന്നതിന് മുമ്പേ അങ്ങനെ പറയല്ലേ, പാട്ട് കേൾക്കട്ടെ. അദ്ദേഹം സ്വന്തമായിട്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു പാട്ടല്ലേ. പാടാൻ വേണ്ട പാടാൻ പോലെ ഓസ്കർസ്ട്ര വേണ്ടട്ടാ. ആസാനം വേണ്ട, ഓസ്കർസ്ട്ര വേണ്ട, ട്രാക്ക് വേണ്ട, ട്രാക്ക് വേണ്ട, പാട്ടും വേണ്ട. ഈ പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. പുതിയ ഞങ്ങളുടെ ടീമിലേക്ക് വന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഗാനമേള. അപ്പൊ സോങ് കല്യാണ വീട്, കൊച്ചിയിലെ കല്യാണ വീട്ടില് മേശ കസേര കൊടുക്കുമ്പോ പറഞ്ഞ പാട്ടാണ്. മേശ കസേരയാണ് പാട്ട്. അപ്പോ ആദ്യം തന്നെ അനൗൺസ്മെന്റ് ഉണ്ട്. ടീമേ, കവിതയും സംഗീതവും എല്ലാം കാലത്തിന്റെ കൊറോണയിൽപ്പെട്ട് കാടേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആസ്വാദകരുടെ മനം കവരുന്ന സമ്പുഷ്ടങ്ങളായി വരികിട്ട് രചിക്കപ്പെട്ടു എന്റെ ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്റെ ഗാനം ഇവിടെ ആലപിക്കാണ്ടാ. ഗാനം ആലപിക്കുന്നത് ഞാൻ തന്നെയാണ്ടാ. അപ്പോ നിനക്കൊരു എതിരാളിയാണല്ലോ ഇത്. ഈ പാട്ട് പാടുന്നതിന് മുമ്പ് നമ്മുടെ ടീമേറ്ററിന്, നമ്മുടെ പ്രേക്ഷകരോടും പിന്നെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡാൻസ് കളിച്ചപ്പോ പ്രേക്ഷകർ മുഴുവൻ അംഗീകരിച്ചു. അപ്പൊ കമന്റിൽ പോയി നോക്കിയപ്പോ തൃപ്തിയായി. അപ്പൊ പാട്ട് പാടാൻ ഇനി ആരും ഉണ്ടല്ലേട്ടാ? ഇല്ലേ പോണാരുടെ കോഴി ടിങ്ക് ടക്കട്ട് ടിങ്ക് ടക്ക്, വെള്ളക്കാരന്റെ പുള്ളിക്കോഴി ടിങ്ക് ടക്കട്ട് ടിങ്ക് ടക്ക്, മേശ കസേര കസേര മേശ മേശ കസേര കസേര മേശ. ഇല്ലേ പോണാരുടെ കോഴി ടിങ്ക് ടക്കട്ട് ടിങ്ക് ടക്ക, വെള്ളക്കാരന്റെ പുള്ളിക്കോഴി ടിങ്ക് ടക്കട്ട് ടിങ്ക് ടക്ക, മേശ കസേര കസേര മേശ മേശ കസേര കസേര മേശ ക്ലാക് 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 ക്ലൂ 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 ടിങ്ക് ടക്ക് ടിങ്ക് ടക്ക്, കാക്കേ കാക്കേ കൂടെ വിടെ ടിങ്ക് ടക്ക് ടിങ്ക് ടക്ക്, മേശ കസേര കസേര മേശ മേശ കസേര കസേര മേശ. മേരി 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 മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ടിങ്ക് ടക്ക് ടിങ്ക് ടക്ക്, മേരി വെളുത്തൊരു കുഞ്ഞാട് മേശ കസേര കസേര മേശ മേശ കസേര മേശ കസേര അടിക്കണം മേശ മേശ കസേര കസേര മേശ മേശ കസേര കസേര മേശ മേശ. താങ്ക് യു താങ്ക് യു. മേശ കസേരല്ലോ ഓക്കെ. ഒരു ടാർപ്പയുടെ കാര്യം പറഞ്ഞല്ലോ, അത്യാവശ്യമുള്ള കേസല്ലേ. ഇത് ബിനീഷിന്റെ പാട്ടല്ല, എന്റെ പാട്ടാണ് സത്യമായിട്ടും. ഇത് ഏതോ നല്ല ഒരു എഴുത്തുകാരൻ എഴുതി കോപ്പി അടിച്ച നല്ല വരികൾ. സത്യമായിട്ടും ഞാൻ നന്നായി പോയാ. അപ്പൊ ഇതിലും ഈ മേശയും കസാരയും നാളൊരു ചരിത്രമാവാൻ പോവാണ്. എന്നാൽ ഇപ്പൊ മേശയും കസാരയും ഇട്ട സ്ഥിതിക്ക്, പാട്ട് പാടി ഇട്ട സ്ഥിതിക്ക് ഈ മേശയിലും കസാരയിലും ഇരിക്കാൻ വേണ്ടിട്ട് ഒരാളെ നമ്മളെ വിളിക്കാൻ പോവാ. വിളിക്കാം. യെസ്, ഇന്നത്തെ സ്റ്റാർ മാജിക്കിൽ നമ്മളോടൊപ്പം നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് എത്താൻ പോകുന്നത് മറ്റാരുമല്ല. ആക്ച്വലി ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാരയാണ്, പക്ഷേ കമ്പനി പറഞ്ഞ് എനിക്ക് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹം ഒരു ആങ്കറാണ്, ആക്ടറാണ്, സിംഗറുമാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം ഗോവിന്ദ് പത്മസൂര്യ. വെൽക്കം ജിപി ടു സ്റ്റാർ മാജിക്. താങ്ക് യു സോ മച്ച്. കസേര മേശ എടുക്കട്ടെ. ഞാനത് കേട്ടു. കേട്ടപ്പോ ലക്ഷ്മിയുടെ ഡ്രസ്സും ആ പാട്ടും ഭയങ്കര മാച്ചാണ്. അദ്ദേഹത്തിന്റെ പാട്ട് എന്ന് പറയുമ്പോ കുറെ മേശ കസേര, പിന്നെ മേരിയുടെ കുഞ്ഞാട്, അവിടുന്ന് ഇവിടുന്ന് പെറുക്കി കൂട്ടിയ കുറെ സാധനങ്ങളില്ലേ, അതേപോലെ തന്നെ തോന്നി.
ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എപ്പിസോഡിനുള്ള ഡ്രസ്സുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പലതും പലതെടുത്ത് വന്നു. അല്ല ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനെ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ നല്ല തന്റെ ഇടം വേണം. അതെ, തുണിക്കെട്ടി വേണം. ബോധല്ലായ്മ വേണം. എനിക്ക് പറ്റിയൊരു പാര വരുന്നു. അതെ, നമ്മുടെ നേരത്തെ കേട്ട മേശ കസേര പാട്ട്. അല്ല, ബോധല്ലായ്മ വേണം. അതുകൊണ്ടാണല്ലോ ഈ ബോധല്ലായ്മയുള്ള ആൾക്കാരുള്ള ഷോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബോധല്ലായ്മയുള്ള ഗസ്റ്റുകളെ നമ്മൾ വിളിക്കുന്നത്. അതാണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ നേരെ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ ഉരുണ്ടാണെങ്കിലും എഴുന്നേക്കണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വേട്ടോ, ഞാൻ ഈ എപ്പിസോഡ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ ടെലിവിഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഷോസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഷോ അത് ഒരു താളത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതൊരു അല്ല, ഈ ഡിഫറെന്റ് എന്ന് ഉദ്ദേശിച്ചത് മെന്റല് അങ്ങനെ എല്ലാം എല്ലാം കൂടെ ഉള്ളതാണ്. അല്ല അതെ, നമ്മൾ പറയല്ലോ ഇത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു താളത്തിൽ, അപ്പൊ ആ താളത്തിൽ കൊണ്ടുവന്നില്ല. അത് ബോധമില്ലാത്ത ആള്. താളം പറ്റാത്ത ഒരൊറ്റ മനുഷ്യനുണ്ട് ഇവിടെ ഷിയാസ്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ താളത്തിൽ ഞങ്ങൾ അങ്ങ് പോകുക, അവനെ നമ്മളെ താളത്തിൽ കിട്ടും. ഗ്യാസിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അതെ, പറയാതിരിക്കുന്നേ നല്ലത്. ഗ്യാസിന്റെ താളം എന്ന് പറയുന്നത് തന്നെ അവതാളമാണ്. കാരണം നമ്മളിവിടെ വന്ന് പ്രാക്ടീസ് പോലും ചെയ്യാതെ ഒരു സാധനം കാര്യമായിട്ടൊരു ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാരും കൂടി സിംഗ് ചെയ്തൊരു സ്റ്റെപ്പ് ഇട്ടിട്ട് ഞാൻ മുമ്പിൽ നോക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ബന്ധമില്ലാത്ത സ്റ്റെപ്പ്. ഞാൻ അതുവരെ കളിച്ച താളം എന്റെ താളം പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അവന്റെ മെയിൻ നെഞ്ചിൽ അടിച്ചൊരു സാധനമുണ്ട്. അതൊന്ന് കാണിച്ചാൽ ജിപി വന്നത് കൊണ്ട് നമുക്ക് ജിപിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, അല്ലേ? എന്താ പതിവില്ലാത്ത ഞാൻ എന്റെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ പോയി അളിയന്റെ ഒരു പാട്ടും ഷിയാസിന്റെ ഒരു ഡാൻസും ജിപിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ. സന്തോഷം. ഈ സ്വാഗത പ്രസംഗം എന്ന് പറയുന്ന ആ പാട്ടിലാണ് ഡാൻസ് കേട്ടോ. പഠിക്കോ. നമ്മുടെ ഗസ്റ്റിന്റെ ഗിഫ്റ്റ് ആണ്, അറിയാലോ. ഓസ്കർ വേണ്ട, ഇതാണ് ജിപിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ടട്ടാ. കേരളത്തിലെ എല്ലാ താടിക്കാർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേറെ ഒന്നുമില്ല, പ്രളയവും തീപിടുത്തവും ഒന്നിച്ച് വരാം. അല്ല, ഇതിൽ എന്തോ വലുത് വരാൻ പോവുകയാണ്. ദൈവം താടി വെച്ച ചേട്ടനെ ഇനുക്കു കെട്ടണം, പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി നാട് ചുറ്റണം. താടി വെച്ച ചേട്ടനെ ഇനുക്കു കെട്ടണം, പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി നാട് ചുറ്റണം. കളക്ടറാകിലും ജീപ്പ് ഡ്രൈവറാകിലും വിഷക്കൊമ്പുപേൽ കുലിച്ചു വെച്ച മുഞ്ചനാവണം. ആയിരങ്ങൾ നോക്കിടുന്ന മുഞ്ചനാവണം. ആ താടി വെച്ച ചേട്ടനെ സ്വന്തമാക്കണം. ആയിരങ്ങൾ നോക്കിടുന്ന മുഞ്ചനാവണം. ആ താടി വെച്ച ചേട്ടനെ സ്വന്തമാക്കണം. താടി 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 ചന്തമുള്ള താടി, താടി 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 വമ്പ് കാട്ടും താടി. താടി വെച്ച ചേട്ടനെ എനിക്ക് കെട്ടണം, പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി നാട് ചുറ്റണം. താടി വെച്ച ചേട്ടനെ എനിക്ക് കെട്ടണം, പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി. താടിയല്ല, നാട് ചുറ്റണം ടീമേ. ബൈക്കിൽ കയറി താടി ചുറ്റണം. പോരുത്, എന്നോട് ക്ഷമിക്കൂ, ഞാൻ വലിയൊരു അപരാധം കാണിച്ചു. ഇത്രയും കൂടെ നല്ല കിടിലൻ സിനിമയിലെ അങ്ങ് അതൊക്കെ കിടിലമായിട്ട് നല്ല ഉഗ്രം വേഷം ചെയ്തൊരു മാന്യ. ഈ പാവം ഞാൻ എവിടെ കൊണ്ടു തീർക്കും? നീ ഇത്രയും മഹാപാപം ചെയ്യേണ്ട കാര്യമുണ്ടോ അസീസേ? എന്നോട് ചോദിക്കാനുള്ള അത്രേ ഉള്ളൂ. അതെ, ഒരു ഗസ്റ്റ് വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഒരു വാക്ക് അദ്ദേഹത്തിന് മിണ്ടാനുള്ള ഒരു അവസരം കൊടുക്കും. അതെങ്ങനെ പറ്റും? മാന്യതയാണ്. അതിവിടെ പറ്റുമോ? അതിവിടെ പറ്റുമോ? നിങ്ങൾ പറ്റിക്കുന്നുണ്ടോ? ഇനി പുള്ളിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുവോ? ഇപ്പം കൊടുത്തൊരൊറ്റ ഗിഫ്റ്റ് കാരണം നെഞ്ചുവേദന എടുക്കണ്ടോ? അല്ല, ഞാൻ എല്ലാം മറന്നുപോയി. എന്തെങ്കിലും വേഗം പറ, അല്ലെങ്കിൽ ഷാപ്പി പാടും. പെട്ടെന്ന് പറ. പക്ഷെ എനിക്ക് ആ ശ്വാസം പിടിച്ചുകൊണ്ടുള്ള താടി എന്നുള്ള പോഷൻ അതാ ഗംഗ ഗംഗ ഗംഗേ. ജീവിതത്തിന് ശേഷം ഇത്രയും നീട്ടിയിട്ട് ഒരു ഈ പാടിയ ഒരേ ഒരു വ്യക്തി. ആ സംഭവം ഞാൻ വിചാരിച്ചു പുറത്ത് മീൻകാരൻ വല്ലോ വന്നേക്ക്. അപ്പൊ ജിപി, വെൽക്കം ടു സ്റ്റാർ മാജിക്. അതല്ല,
ഇപ്പൊ വെൽക്കായിട്ടുള്ളൂലേ. അല്ലല്ല തുടക്കം മാത്രം. എത്രേ കാല് പിടിക്കാൻ കിടക്കണം. 1.5 മണിക്കൂർ റാഗിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ച ഷോ എന്റെ വെൽക്കം ആയിട്ടുള്ളല്ലേ. നിങ്ങൾ തുടക്കം മാത്രം. അതെ. ഇനി നമ്മുടെ ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ very good. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കേക്കട്ടെ. നല്ല നല്ല വിശേഷങ്ങൾ. ഇപ്പൊ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, തെലുങ്കിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ഗേൾസ് ഫാൻസ് ആയിട്ടുള്ള ഒരു ആങ്കർ എങ്ങനെ ഇത്ര ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? അങ്ങനെ ഇങ്ങോട്ട് പോവാണ്. എങ്ങനെ കേക്കട്ടെ. നിങ്ങൾ ഇത്ര അനായാസമായിട്ട് ഈ ഫ്ലോർ മാനേജ് ചെയ്യുന്നില്ലേ? ഞാൻ ഇതെങ്കിലും മാനേജ് ചെയ്യട്ടെ. അവസ്ഥ എത്ര ഫോൺ നമ്പർ ഉണ്ട്? നേരെ ഇങ്ങോട്ട് വരും. എനിക്കോ എത്ര സിം ഉണ്ട്? ഒരൊറ്റ നമ്പർ ഉള്ളൂ. കാരണം ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ കുറെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഒറ്റ നമ്പറൊക്കെ. ആ നമ്പർ എത്ര? അതെന്റെ ഒരു നമ്പറാ. അവന് നമ്പർ കൊടുക്കല്ലേ, പൈസ കടം ചോദിക്കാനാണ്. ഓക്കെ, പറയൂ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ. 3 തെലുങ്ക് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്, അടിപൊളി. ഇപ്പൊ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്ന വിജയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹം ഒരുപാട് തെലുങ്ക് സിനിമകൾ ചെയ്ത് ഹിറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആ സിനിമയുടെ എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നിയിട്ടുള്ള 2 ഹീറോസ് ഉള്ള ഒരു സബ്ജക്റ്റിൽ ഒരു ഹീറോ. ശരിക്കും നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണല്ലേ. അപ്പം വില്ലനായിട്ടാണ് എൻട്രി ചെയ്തെങ്കിലും സെക്കൻഡ് ഹീറോ വില്ലൻ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ തമിഴിൽ കീ ചെയ്തപ്പോൾ എനിക്ക് വന്ന എല്ലാ ക്യാരക്ടേഴ്സും വില്ലനായിട്ടായിരുന്നു. വൈകുണ്ഠപുരത്തിലും വില്ലനായിട്ടായിരുന്നു. അപ്പൊ കീയിലുള്ള രൂപവും എല്ലാം കൂടെ അവർ അങ്ങനെ തന്നെയാണ് എല്ലാവരും കൺസീവ് ചെയ്യുന്നത്. അപ്പൊ വൈകുണ്ഠപുരം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഡയറക്ടർ അടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ എന്റെ രൂപത്തിൽ അഭിനയിച്ചോട്ടെ, ഈ ഭീകരത ഒന്ന് മാറ്റി വെച്ചിട്ട്. അപ്പം ക്യാരക്ടർ വില്ലനാണെങ്കിലും ആളുകൾക്ക് പോസിബിലിറ്റി മനസ്സിലാവില്ല. മറ്റേത് ഭയങ്കര കട്ടത്താടിയൊക്കെ ആയിട്ടുള്ളായിരുന്നു. അത് വർക്കായെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ സെക്കൻഡ് ഹീറോ സബ്ജക്ട്സ് തെലുങ്കിൽ വരുന്നുണ്ട്. വൈകുണ്ഠപുരത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? കാരണം അല്ലു അർജുന്റെ കൂടെ തീർച്ചയായിട്ടും വില്ലനായിട്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന എത്ര പേർക്ക് ശരിക്കും മലയാളികൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗൂസ് ബംസ് വന്നൊരു സമയമാണ് അല്ലേ? കാരണം അല്ലു അർജുന്റെ കൂടെ സ്ക്രീൻസ് ഷെയർ ചെയ്യണു, അതും വില്ലനായിട്ട്. ആ ഒരു എക്സ്പീരിയൻസ്. അല്ലു അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സ്റ്റാർഡാണ്. പക്ഷെ അത്രയും വലിയൊരു സ്റ്റാർ ആളുകളുമായിട്ട് പെരുമാറുന്നു. ഇപ്പൊ എന്നെ പോലെ പുതിയൊരു ആക്ടർക്ക് തരുന്ന കൺസിഡറേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് കുറച്ചും കൂടെ വിനയമാവാം. എനിക്ക് സ്വയം തോന്നി. ഞാൻ പൊതുവെ കോളേജുകളിലൊക്കെ ഇവിടെ ഒരു വിനയനുണ്ട് താണ്ടേ. അതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നല്ല നല്ല അനുഭവങ്ങളാണ്. ഞാൻ ഈ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അല്ലു അർജുനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ സോഷ്യൽ ആവാം, കുറച്ചും കൂടെ വിനയമാവാം. കാരണം അദ്ദേഹം ആളുകളെ കൺസിഡർ ചെയ്യുന്ന രീതി എല്ലാവർക്കും തോന്നും അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആണ് നമ്മൾ. ലൈക്ക് കാരണം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അവിടെയുള്ള സെറ്റിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിന് എത്രയോ കാലമായിട്ട് അറിയാൻ തോന്നുന്നു. ഒരു ലൈറ്റ് ബോയ് മുതൽ ഒരു പ്രൊഡക്ഷൻ ബോയ് മുതൽ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും അദ്ദേഹം പോയി എക്നോളജ് ചെയ്തിട്ടാണ് തിരിച്ചു വരാം. കാരണം ഇദ്ദേഹം വരുമ്പോൾ തന്നെ ആ സെറ്റിൽ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് മാറും. കാരണം അല്ലു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അവരെ ഒന്ന് നോക്കുമോ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കും. അത് ഓരോരുത്തരിലേക്കും പോയിട്ട് അദ്ദേഹം അത് എക്നോളജ് ചെയ്തിട്ട് തിരിച്ചു വരും. ചെറിയൊരു കാര്യം പറയാം, ഞാൻ ഇപ്പോൾ ഒരു ദിവാലിക്കോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറിനോ നമ്മൾ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ബ്രദർ എന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ അന്നില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞാൽ ഒരു വോയിസ് നോട്ടാണ് വരിക, താങ്ക് യു സോ മച്ച് ബ്രദർ, വീട്ടിലെല്ലാവരോടും പറയണം. അപ്പം ഞാൻ ആലോചിക്കുക ഇദ്ദേഹത്തിന് എത്ര ന്യൂ ഇയർ വിഷസ് ഒരു ദിവസം വരുന്നുണ്ടാവും. അപ്പോൾ ഇത് വന്ന ഉടനെ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ എനിക്ക് ന്യൂ ഇയർ അയച്ച എല്ലാവർക്കും മറുപടി കൊടുത്തു. അതെ, 3 തെലുങ്ക് പടം ചെയ്തില്ലേ? അപ്പൊ ആ തെലുങ്കിലെ ഒരു ആശംസ. ആശംസല്ല, ഞാൻ വൈകുണ്ഠപുരത്തിൽ തന്നെ ഡിലീറ്റ് ആയ ഒരു സീനുണ്ട്. ലൈക്ക് നമ്മള് ആ പോർട്ടിലൊരു സീൻ ഉണ്ടല്ലോ, അല്ലു അർജുൻ വന്ന് കാര്യമായിട്ട് സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും സൈലന്റ് സൂപ്പർ സ്റ്റാർസ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സീൻ ഉണ്ട്. അപ്പോൾ ആ സീൻ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആ സീൻ കുറച്ചും കൂടെ ലെങ്തിയർ ആയിട്ടുള്ള സീനായിരുന്നു. ആ സീനിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഓടി വരുന്ന ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്തു പോയി. അപ്പൊ അതിന്റെ ഇടയിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്ന് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ പറയുന്നത് തിരിച്ച് കേൾക്കാതെ അദ്ദേഹം ഒരു നടന്നു പോലെ. അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് ഇത് ആരാടാ ഇവൻ മാത്രം സംസാരിക്കുന്നുള്ളൂ, എനിക്ക് സംസാരിക്കണ്ടേ എന്നുള്ളൊരു ഡയലോഗൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനിത് പഠിച്ചു വെച്ചിരുന്നു. അപ്പൊ ഗസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കും തെലുങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം പറയാം? കാരണം തമിഴൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുന്ന സീനാണോ, രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന സീനാണ്. അപ്പൊ ഈ സാധനം ഈ തെലുങ്കിന്റെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ തെലുങ്ക് പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് പറയുന്നത് തമിഴൊക്കെ നമുക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എനിക്ക് ഈ ഡയലോഗ് ഞാൻ പഠിച്ചു എന്നുള്ളത്.
തെലുങ്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഡയറക്ടർ ഓക്കെ പറയുന്നവരെ എനിക്കറിയില്ല ഞാൻ ഈ ഡയലോഗ് പഠിച്ചോ എന്നുള്ളത്. കാരണം എനിക്ക് അതിനകത്ത് തോന്നിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ തെലുങ്ക് സിനിമ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മാനേജർ അടുത്ത് പറഞ്ഞത് ഏത് ഭാഷയിൽ നിന്ന് സിനിമ വന്നാലും വിളിച്ചോളൂ കേട്ടോ, മറാഠി ഒരു പ്രശ്നമല്ല. കാരണം എനിക്കൊന്നും മനസ്സിലാവാതെയാണ് ഞാൻ ഭാഷ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം അല്ല എന്നാലും അർത്ഥം മനസ്സിലാക്കില്ല. അർത്ഥം ഞാൻ ഇപ്പൊ ഇതൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. മലയാളം ഇവൻ ആരാണ്, ഇതെന്താ ഇവൻ മാത്രം സംസാരിക്കുന്നത്, എനിക്ക് സംസാരിക്കണ്ടേ എന്ന് തെലുങ്കിൽ എങ്ങനെയായിരിക്കും പറയാ? അറിയോ തെലുങ്ക്? തെലുങ്ക് അറിയുന്ന ആൾ അല്ല, തെലുങ്ക് അറിയുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടോപ്പിക്കേ തുറക്കില്ല. നിങ്ങൾക്കൊന്നും തെലുങ്ക് അറിയില്ല എന്നുള്ള കോൺഫിഡൻസിലാണ്. ഇത് ഷാഫിക്കയുടെ അമ്മ ആക്ച്വലി തെലുഗാണ്. ആരെ? തെലുങ്കാനു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മിണ്ടണ്ട, ബാക്കി എല്ലാരും ഒന്ന് സംസാരിച്ചു. ചേട്ടൻ തന്നെയാണോ? ഞാൻ തെലുങ്കിൽ ഞാനല്ല ഡബ് ചെയ്ത്. ഇവൻ മാത്രം എന്താ നീ ആരെ കലകൂ? യമന് മാത്രമല്ലേ കുന്തും പറ്റും നമുക്ക് നിങ്കാരുള്ളൂ സംസാരിക്കലു. നിനക്ക് മാത്രം സംസാരിച്ചാൽ മതി. പോയില്ലു പെട്ടില്ലു. ഓയിലല്ല, ഞാൻ വെളിച്ചെണ്ണ. കുറച്ച് തെലുങ്ക് എനിക്കറിയാട്ടോ. ഇടക്കിടക്ക് വരും കേട്ടോ. അന്തർക്ക് വണക്കം. അത് തമിഴ്. ആരാടാ ഇവൻ? ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവർ എനിക്ക് എഴുതി തന്നത് ഇതാണ്. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് പറയണേ. ഞാൻ മനസ്സിലാക്കി ഒരു കൊല്ലം മുമ്പ് പഠിച്ചു വെച്ച സാധനം. വീടെവിടെ അണ്ണി വടയെ മാത്തലാടിസ്ഥാടു ആരാ എന്താ? അപ്പൊ അവര് പറഞ്ഞു കറക്റ്റ്, അത് തന്നെയാണ് എന്റെ അർത്ഥം. ഇവൻ പറഞ്ഞ വീടെവിടെ എന്ന് പറഞ്ഞ എന്താ? അവന് అన్ని వాడే మాట్లాడిస్తాడు ഒരു വടയം കൊണ്ട് మాట్లాడుతున్నాడు మాట్లాడున్నాడు അവൻ തന്നെ സംസാരിക്കുന്നുണ്ട് അവൻ തന്നെ സംസാരിക്കുന്നുണ്ട് അന്നി വാടേ മാట్లాടുన్నాడు മാట్లాടുతున్నాడు ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഭാഷ. വല്ല പിടിയും കിട്ടുന്നു. തെലുങ്കിൽ പറയുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ എന്റെ മകൻ മേരു കൊടുക്കൂ ഒരു തെലുങ്ക് പാട്ടിയും തുടങ്ങാം. അങ്ങനെ നമ്മുടെ കൊല്ലം ഷാഫി ഒരു മലയാളം പാട്ട് സ്പോട്ടില് തെലുങ്ക് വെക്കാൻ പോണല്ലേ? നമ്മളെല്ലാരും തെലുങ്ക് എന്ന് പറയുന്നില്ല, സത്യത്തിൽ തെലുഗു ആണ്. ശരി, അപ്പൊ നമ്മുടെ ടാസ്ക് ആണ് ഏതാ പാട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ കേട്ടോ. ഓക്കെ, ഒരു ക്ലൂ കൊടുക്കണ്ട. నీ నవ్వులు అంతం చూస్తే నీ మాటకి బంధం చేస్తే నువ్వండే నాకే వసంతం నువ్వండే నాకే వసంతం తెలిస్తే హృదయంలో పరమానందం ప్రేమమిస్తే హృదయంలో పరమానందం ప్రేమమిస్తే నీ నవ్వులు బంధం చూస్తే నీ మాటకి బంధం ఇస్తే నీ వండే నాకే వస్తే హృదయంలో పరమానందం ప్రేమమిస్తే അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിളക്കം താരാരെ താഴെ ഇറങ്ങാൻ. ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചോളാം. ഞാൻ ക്ഷമിക്കുന്നു, കാരണം തെറ്റുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിലും സ്പോട്ടിൽ നമ്മൾ അതും കേട്ടു. ഇനി എന്തൊക്കെ തെലുങ്ക് ഒന്ന് മൊത്തത്തിൽ എപ്പിസോഡ് തെലുങ്കായി പോവാ. ലാസ്റ്റ് തെലുങ്കന്മാര് വന്ന് നമ്മൾ എടുത്തോണ്ട് പോവാ. ഈ എപ്പിസോഡ് ഞങ്ങൾ തിലങ്ക ശരി, welcome all of you and now you are watching Star Magic Kini Color Mara. അപ്പൊ GP ഒരിക്കൽ കൂടി ഇതിന്റെ സ്റ്റാർ മാജിക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. വൺസ് അഗൈൻ വെൽക്കം GP ടു സ്റ്റാർ മാജിക്. നിങ്ങളിങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വെൽക്കം ചെയ്യൂ. ഇത് മൂന്നാമത്തെ വെൽക്കം ആണ്. ഇത് ഇതുവരെ തുടങ്ങിയില്ലേ? അപ്പൊ ഇനി GP കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എങ്ങനെയായിരുന്നു തുടക്കം? ഓ ഗംഭീരം. ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, പ്ലീസ്. ചാർലിക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം നായാട്ട് ഏപ്രിൽ 8 മുതൽ തിയേറ്ററുകളിൽ.